ഹായ് കുട്ടീസ്, ദേ എല്ലാ മക്കളും എൻ്റെ കയ്യിലൊരു ബ്ലൂ കളർ ഹെക്സഗൺ കാണുന്നുണ്ടായിരിക്കും അല്ലേ. ഇപ്പം നോക്കുമ്പോൾ നമുക്ക് ഹെക്സഗണിൻ്റെ കളർ യെല്ലോ ആയത് കാണുന്നുണ്ടായിരിക്കും. സോ ഒരു മാജിക്കൽ ഹെക്സഗൺ നമുക്ക് ഒന്നിച്ചൊന്ന് ഉണ്ടാക്കി നോക്കിയാലോ. ആദ്യം തന്നെ എൻ്റെ കുട്ടികൾ എന്തായാലും ഇതേപോലെ 2 കളറുള്ള പേപ്പർ എടുക്കണം. ആ 2 കളറുള്ള പേപ്പറും നിങ്ങൾ ഒരേ സൈസിൽ കണ്ടില്ലേ, നമുക്ക് അങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് സൈസ് മാറാതെ ഒരേ സൈസിൽ കട്ട് ചെയ്തെടുക്കാം. ദെൻ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഒരു പേപ്പറിൻ്റെ മുകളിൽ അടുത്ത കളർ വെച്ച് ഇതുപോലെ കൃത്യമായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഒട്ടിച്ച് കഴിഞ്ഞതിന് ശേഷമുള്ള പേപ്പർ ഇതുപോലെ ഇരിക്കും. 2 സൈഡും കറക്റ്റായിട്ട് വേണം, ഒരെണ്ണം പോലും പുറത്തേക്ക് തള്ളി നിൽക്കാൻ പാടില്ല കേട്ടോ. ദെൻ നേരെ ഇത് എന്ത് ചെയ്യുക, സെൻറ്ററിലൂടെ നിങ്ങൾ ഇതുപോലെ ഹോൾഡ് ചെയ്യുക. ഹോൾഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഒരു സിസേഴ്സ് യൂസ് ചെയ്തിട്ടൊന്ന് കട്ട് ചെയ്യുക. അപ്പോൾ കട്ട് ചെയ്തതിന് ശേഷമുള്ള ഓരോ പേപ്പറും നിങ്ങൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ഇതുപോലെ 3 ആയിട്ട് ഹോൾഡ് ചെയ്യുക. ഒരേ സൈസിൽ തന്നെ തിരിച്ച് 3 ആയിട്ട് ഹോൾഡ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഹോൾഡ് ചെയ്തതിന് ശേഷമുള്ള പേപ്പർ ഇതുപോലെ ഒന്ന് യെല്ലോ കളർ ഉള്ളിലായിട്ടും അതേപോലെ ഒന്ന് ബ്ലൂ കളർ ഉള്ളിലായിട്ടും ഇതുപോലെ എന്ത് ചെയ്യുക, മടക്കിയെടുക്കാം. ദെൻ ഇത് നിങ്ങൾ നേരെ എന്ത് ചെയ്യുക, ഓരോ എഡ്ജുകളും ഇതേപോലെ കറക്റ്റായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ സെല്ലോ ടേപ്പ് ഒട്ടിച്ച ഈ ഒരു ഭാഗം നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു കോർണർ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് കൊടുക്കുക. സോ 2 ഭാഗവും 2 കോർണേഴ്സും നിങ്ങൾ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് ഒരു ഹെക്സഗണിന്റെ ഷേപ്പ് കിട്ടിയിട്ടുണ്ടായിരിക്കും അല്ലേ. സോ ഇപ്പൊ നിങ്ങൾ കാണുന്നത് ഒരു യെല്ലോ കളർ ആയിരിക്കും. ദെൻ നമ്മൾ അതിങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ബ്ലൂ കളറിലേക്ക് നമുക്ക് ആ ഹെക്സഗൺ വരും. സോ ഒരു മാജിക്കൽ ഹെക്സഗൺ നിങ്ങൾ എല്ലാവരും സ്കൂളിൽ പോയിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ